മലപ്പുറം വാഴക്കാട് ചാലിയാർ പുഴയിൽ +1 വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു ഇതുവരെയുള്ള കേസ് അന്വേഷണം. നിലവിൽ പെൺകുട്ടിയുടെ മരണം ആത്മഹത്യയാണെന്ന് പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരി 19-നാണ് ഇത്തരത്തിൽ പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേർന്നുണ്ട്. സോണൽ, ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഇനിയുള്ള ഒരു അന്വേഷണമൊക്കെ ഏത് തരത്തിലായിരിക്കും? വിഷ്ണു, കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു ഇതുവരെയുള്ള അന്വേഷണം. ആ അന്വേഷണമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. കുടുംബത്തിന്റെ സമ്മർദ്ദം മൂലം തന്നെയാണ് ഇത്തരമൊരു നീക്കം ഉണ്ടായത് എന്ന് വേണം നമുക്ക് നോക്കിക്കാണാൻ. കാരണം കഴിഞ്ഞ ഫെബ്രുവരി 19-നാണ് ഈ പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചെന്ന വാർത്ത വന്നതിനെ തുടർന്ന് തന്നെ കുടുംബം പ്രധാനമായി ആരോപിച്ചിരുന്നത് ഇത് ആത്മഹത്യയല്ല, ഇത് ഒരു കൊലപാതകമാണ് എന്നുള്ള രീതിയിലാണ്. കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം എന്നുള്ള രീതിയിലായിരുന്നു കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്ത് അന്വേഷിക്കാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുന്നത്. പ്രധാനമായി പറയേണ്ടത് ഈ മരണവുമായി ബന്ധപ്പെട്ട പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പറഞ്ഞിരിക്കുന്നത് പെൺകുട്ടിയുടെ മരണം ആത്മഹത്യ ആണ് എന്നുള്ള രീതിയിലാണ്. എന്നാൽ കുടുംബം ആദ്യഘട്ടത്തിൽ തന്നെ പറയുന്നത് ഈ കുട്ടി മരണപ്പെട്ടതിന് പിന്നിൽ ചില കൈകളുണ്ട്, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം എന്ന് തന്നെയായിരുന്നു കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. അതിന്റെ തുടർച്ച എന്നോണം തന്നെയാണ് ഇപ്പോൾ കേസ് അന്വേഷണത്തിന്റെ ചുമതല ക്രൈംബ്രാഞ്ചിലേക്ക് മാറിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടി വരും. അന്വേഷണ വിവരങ്ങളെല്ലാം തന്നെ ഇതിനോടകം ക്രൈംബ്രാഞ്ചിന് പോലീസ് കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നിരുന്നാലും 17 വയസ്സുള്ള ഈ പെൺകുട്ടി എങ്ങനെ മരിച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് മാറിയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കേണ്ടി വരും. അന്ന് 19-ാം തീയതി കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ചാലിയാർ പുഴയിൽ കുട്ടിയുടെ ഭൗതികദേഹം കണ്ടെത്തുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതേ തുടർന്ന് തന്നെ കുടുംബം ആരോപണങ്ങളുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർച്ചയായിട്ട് രാഷ്ട്രീയ സംഘടനകൾ ഉൾപ്പെടെ വിഷയവുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്നുള്ള സമ്മർദ്ദം മൂലം തന്നെയായിരിക്കാം ഒരു പക്ഷേ പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ചിലേക്ക് ഈ അന്വേഷണം മാറിയിരിക്കുന്നത്. വിഷ്ണു, സോണലാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.